നമസ്കാരം. അന്താരാഷ്ട്ര ചാര സംഘടനകളുടെ ചരിത്രത്തിൽ നാളിതുവരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും അതിശയിപ്പിക്കുന്നതുമായ ഒരു സൈനിക ചാര നീക്കമായിരുന്നു 2024 സെപ്റ്റംബർ 17-18 തീയതികളിൽ ലെബനനിൽ അരങ്ങേറുന്നത്. 1.5 ലക്ഷത്തോളം റോക്കറ്റുകളും ആധുനിക ആയുധ ശേഖരവുമുള്ള പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയെ നിമിഷ നേരം കൊണ്ട് മുട്ടുകുത്തിക്കുവാൻ ഇസ്രയേലിൻ്റെ ചാര സംഘടനയായ മൊസാദിന് സാധിക്കുന്നു. സന്ദേശങ്ങൾ അയക്കുവാൻ മാത്രം ഉപയോഗിക്കുന്ന വെറുമൊരു സാധാരണ പേജർ എന്ന ഉപകരണം എങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ അദൃശ്യ ആയുധമായി മാറിയെന്നത് ഇന്നും പലർക്കും ഒരു നിഗൂഢതയാണ്. എന്നാൽ ഈ ഓപ്പറേഷൻ്റെ തന്ത്രപ്രധാനമായ ആസൂത്രണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത മൊസാദ് ഉദ്യോഗസ്ഥനായ ആഡം ഫെയ്ൻ അടുത്തിടെ പുറത്തിറക്കിയ ഹൊദാവ ഗൊരാലിത്ത് അഥവാ വിധിയുടെ സന്ദേശം എന്ന പുസ്തകം ഈ വിസ്മയകരമായ ദൗത്യത്തിൻ്റെ കർട്ടൻ മാറ്റുകയാണ്. പതിറ്റാണ്ടുകളോളം മൊസാദിൻ്റെ അതിരഹസ്യമായ അന്താരാഷ്ട്ര ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയുടെ അനുഭവക്കുറിപ്പുകളിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ സിനിമകളെപ്പോലും വെല്ലുന്ന ചാരതന്ത്രങ്ങളുടെയും ഭരണാധികാരികളുടെ വലിയ ചൂതാട്ടങ്ങളുടെയും നേർക്കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു ഭീകര സംഘടനയുടെ സപ്ലൈ ചെയിൻ അഥവാ വിതരണ ശൃംഖലയിലേക്ക് തുളച്ചു കയറുക എന്നത് അങ്ങേയറ്റം പ്രയാസകരമായ ദൗത്യമാണ്. പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ ചാര കണ്ണുകളെ എപ്പോഴും ഭയപ്പെടുന്ന ഹിസ്ബുള്ളയെ പോലെയുള്ള ഒരു സംഘടന പുതിയൊരു ആശയവിനിമയ ഉപകരണം വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കും. പുറത്തുനിന്നുള്ള ഏതെങ്കിലും കമ്പനി ഒരു ഉൽപ്പന്നം നേരിട്ട് വന്ന് വിൽക്കാൻ ശ്രമിച്ചാൽ ഹിസ്ബുള്ള അത് കടുത്ത സംശയത്തോടെ മാത്രമേ വീക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്ക് തങ്ങളിൽ പൂർണ്ണ വിശ്വാസമുള്ള മൂന്നാം കക്ഷികൾ വഴി ഈ പേജറുകൾ എത്തിക്കുക എന്നതായിരുന്നു മൊസാദിൻ്റെ തന്ത്രം. ഇതിനായി തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന പ്രമുഖ ബ്രാൻഡുമായി മുൻപേ തന്നെ ബിസിനസ് ബന്ധമുള്ള ക്രിസ്ത്യാന ബർസോണി എന്ന വനിതയുടെ BAC കൺസൾട്ടിംഗ് എന്ന കമ്പനിയെ മൊസാദ് തങ്ങളുടെ ഒരു മുന്നണി സംവിധാനമാക്കി മാറ്റിയെടുത്തു. മൊസാദിൻ്റെ വനിതാ കമാൻഡറായ ഇനാത്ത് ലില്ലി എന്ന വ്യാജ പേരിൽ ബിസിനസ്സുകാരിയായി വേഷമിട്ട് ഈ വിതരണ ശൃംഖലയെ നിയന്ത്രിച്ചു. ഹിസ്ബുള്ള അതുവരെ ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാകാൻ തുടങ്ങിയ ഒരു ചെറിയ സമയജാലകം മുതലെടുത്താണ് മൊസാദ് ഈ പേജറുകൾ അവരുടെ കൈകളിൽ എത്തിക്കുന്നത്. ഹിസ്ബുള്ളയുടെ സുരക്ഷാ വിഭാഗം പേജറുകളിൽ ചോർത്തൽ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് മാത്രമാണ് പരിശോധിച്ചത്. എന്നാൽ അതിനുള്ളിൽ സൂക്ഷ്മമായി സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാൻ പോലും അവരുടെ സാങ്കേതിക വിദഗ്ധർക്ക് സാധിച്ചില്ല. പേജറുകൾ ലെബനനിൽ എത്തിച്ച ശേഷവും പല ഘട്ടങ്ങളിലും ഈ രഹസ്യം പുറത്താക്കുമെന്ന ഭീതി മൊസാദിനുണ്ടായിരുന്നു. 2024 ജൂലൈ മാസത്തിൽ, അതായത് പേജറുകൾ പൊട്ടിത്തെറിക്കുന്നതിന് വെറും 2 മാസം മുൻപ്, ഹിസ്ബുള്ളയുടെ ഒരു പ്രധാന സാങ്കേതിക വിദഗ്ധൻ ഈ പേജറുകളിൽ എന്തോ ക്രമക്കേടുണ്ടെന്ന് ഏതാണ്ട് കണ്ടെത്തുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ ഇസ്രായേൽ വ്യോമസേനാ മേധാവിയുമായി അതീവ രഹസ്യ കൂടിക്കാഴ്ച നടത്തി. ഈ ദൗത്യം പരാജയപ്പെടാതിരിക്കാൻ ആ സാങ്കേതിക വിദഗ്ധനെ ഇല്ലാതാക്കുക മാത്രമായിരുന്നു ഒരേയൊരു വഴി. തുടർന്ന് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ആ ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനെ ബെയ്റൂട്ടിൽ നിന്ന് തെക്കൻ ലെബനനിലേക്ക് മൊസാദ് കെണിയിലാക്കി ആകർഷിച്ച് കൊണ്ടുപോവുകയും കൃത്യമായ ലൊക്കേഷൻ വ്യോമസേനയ്ക്ക് കൈമാറി അവിടെ വച്ച് ബോംബിട്ട് വധിക്കുകയും ചെയ്തു. ഇതിന് ശേഷവും ഹിസ്ബുള്ള ഗോൾഡ് അപ്പോളോ കമ്പനിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മൊസാദ് ആ സന്ദേശങ്ങളെല്ലാം വഴിതിരിച്ചു വിടുകയും തങ്ങളുടെ ദൗത്യം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഈ വലിയ ഓപ്പറേഷൻ പെട്ടെന്ന് നടപ്പിലാക്കേണ്ടി വന്നതിന് പിന്നിൽ ഇസ്രായേൽ പ്രതിരോധ സേനയും മൊസാദും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഹിസ്ബുള്ളയുടെ സ്വന്തം പരിശോധനകളെക്കാൾ മൊസാദ് ഭയപ്പെട്ടിരുന്നത് ഇറാൻ്റെ സാങ്കേതിക പരിശോധനകളായിരുന്നു. ഹിസ്ബുള്ള ഈ പേജറുകളിൽ ചിലത് കൂടുതൽ വിപുലമായ പരിശോധനകൾക്കായി ടെഹ്റാനിലുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ പക്കലിലേക്ക് അയക്കുവാൻ പദ്ധതിയിട്ടിരുന്നു. ഇറാൻ്റെ അത്യാധുനിക ലാബുകളിൽ എത്തിയാൽ പേജറുകളിലെ സ്ഫോടക വസ്തുക്കൾ എളുപ്പത്തിൽ കണ്ടെത്തപ്പെടുമെന്ന് മൊസാദ് ഉറപ്പിച്ചു. ഇതേ തുടർന്നാണ് സെപ്റ്റംബർ പകുതിയോടെ ഈ പേജറുകൾ പൊട്ടിത്തെറിക്ക് സജ്ജമാക്കാൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിക്കുന്നത്. എന്നാൽ IDF ചീഫ് ഹെർസി ഹലേവി ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. ഒരു പൂർണ്ണ യുദ്ധത്തിന് രാജ്യം സജ്ജമാകുന്നതിന് മുൻപ് ഈ ആയുധം പ്രയോഗിച്ചാൽ അത് തിരിച്ചടിയാകും എന്നായിരുന്നു സൈന്യത്തിൻ്റെ വാദം. എന്നാൽ കല്യാണപ്പെണ്ണ് ഗർഭിണിയായ അവസ്ഥയിൽ ഇനി വിവാഹം വേണ്ടെന്ന് വെക്കാൻ സാധിക്കില്ലെന്ന തരത്തിലുള്ള കടുത്ത മറുപടിയാണ് മൊസാദ് ഉദ്യോഗസ്ഥർ സൈന്യത്തിന് നൽകിയത്. അതായത് ഓപ്പറേഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു, ഇനി വൈകിയാൽ അത് പൂർണ്ണമായി തകരുമെന്ന ബോധ്യം മൊസാദിന് ഉണ്ടായിരുന്നു. ഒടുവിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മൊസാദിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുകയും സ്ഫോടനം നടത്താൻ ഉത്തരവ് ഇടുകയുമായിരുന്നു. മെയ് 2024 ഹിസ്ബുള്ള പെട്ടെന്ന് തങ്ങളുടെ പേജർ ഓർഡറുകൾ 500-ൽ നിന്ന് 5000-ലേക്ക് ഉയർത്തിയപ്പോൾ മൊസാദ് വലിയൊരു പ്രതിസന്ധിയിലായി. ഇത്രയും വലിയ അളവിലുള്ള പേജറുകൾ അതിസൂക്ഷ്മമായി സ്ഫോടക വസ്തുക്കൾ നിറച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ നിർമ്മിക്കുക എന്നത്
സാധാരണ ലബോറട്ടറികളിൽ അസാധ്യമായിരുന്നു. വേഗത കൂട്ടിയാൽ പിഴവുകൾ സംഭവിക്കാനും അതുവഴി രഹസ്യം ചോരാനും സാധ്യതയുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ മൊസാദ് തലവൻ തൻ്റെ ഓഫീസിലെ ജിംനേഷ്യവും മറ്റ് വിശ്രമ കേന്ദ്രങ്ങളും താൽക്കാലികമായി പേജർ അസംബ്ലി ലൈനുകളാക്കി മാറ്റാൻ ഉത്തരവിട്ടു. മറ്റ് ഡിവിഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും ഈ രഹസ്യ ദൗത്യത്തിനായി നിയോഗിച്ചു. സാധാരണ വ്യായാമം ചെയ്യാനായി ജിമ്മിലെത്തിയ മറ്റ് മൊസാദ് ഉദ്യോഗസ്ഥർ അവിടെ നടക്കുന്ന അതീവ രഹസ്യ പ്രവർത്തനങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ട ചില രസകരമായ സംഭവങ്ങളും ആഡം ഫെയ്ൻ തൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. സെപ്റ്റംബർ 17 പേജറുകൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള പൂർണ്ണമായി തകർന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് സെപ്റ്റംബർ 18 തന്നെ അവർ ഉപയോഗിച്ചിരുന്ന വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു. ഇതും വലിയൊരു തന്ത്രപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു. പേജർ സ്ഫോടനത്തിന് ശേഷം ഹിസ്ബുള്ളയുടെ പ്രതികരണം എന്താണെന്ന് നോക്കിയ ശേഷം മാത്രം വാക്കി ടോക്കികൾ ഉപയോഗിച്ചാൽ മതി എന്നായിരുന്നു സൈന്യത്തിൻ്റെ നിലപാട്. ഒന്നിനു പുറകെ ഒന്നായി ആക്രമിച്ചാൽ ഹിസ്ബുള്ള കടുത്ത തിരിച്ചടിക്ക് മുതിരുമെന്ന് സൈന്യം ഭയന്നു. എന്നാൽ ഒരൊറ്റ ദിവസം പോലും ഹിസ്ബുള്ളയ്ക്ക് ചിന്തിക്കാൻ സമയം നൽകാതെ അവരെ പൂർണ്ണമായ ഭ്രാന്തിലേക്കും പരസ്പര അവിശ്വാസത്തിലേക്കും തള്ളിവിടാൻ അടുത്ത സ്ഫോടനം ഉടൻ തന്നെ വേണമെന്ന് മൊസാദ് വാദിച്ചു. നെതന്യാഹു ഈ തീരുമാനത്തെയും പിന്തുണച്ചതോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖല പൂർണ്ണമായും തകർന്നു. പിൽക്കാലത്ത് IDFന് ലെബനനിൽ വലിയൊരു സൈനിക മുന്നേറ്റം നടത്താൻ അത് വഴിയൊരുക്കുകയും ചെയ്തു. ആഡം ഫെയ്ൻ എന്ന ഉദ്യോഗസ്ഥൻ്റെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് ഇത്തരം വലിയ ചാരപ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും നൽകേണ്ടി വരുന്ന വലിയ വിലയെക്കുറിച്ചാണ്. വർഷങ്ങളോളം സ്വന്തം ഐഡൻറ്റിറ്റി അഥവാ വ്യക്തിത്വം മറച്ചുവെച്ച് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ഇവരുടെ കുടുംബജീവിതം കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും ശക്തമായ അടിത്തറയുള്ള കുടുംബ ബന്ധങ്ങൾ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാറുണ്ട്. ഫാൽത്തയിലെയും ലെബനനിലെയും ഈ പേജർ ഓപ്പറേഷൻ ലോക ചരിത്രത്തിൽ തന്നെ സാങ്കേതിക വിദ്യയെ എങ്ങനെ ഒരു ആയുധമാക്കി മാറ്റാം എന്നതിൻ്റെ ഏറ്റവും അതിശക്തമായ ഉദാഹരണമായി നിലനിൽക്കും. കേവലം ആയുധബലം കൊണ്ട് മാത്രമല്ല, കൃത്യമായ ആസൂത്രണവും ബുദ്ധിയും ഉണ്ടെങ്കിൽ എത്ര വലിയ സൈന്യത്തെയും നിഷ്പ്രഭമാക്കാൻ സാധിക്കുമെന്ന് മൊസാദ് ഈ ദൗത്യത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. പിന്നീട് സമാനമായ മറ്റൊരു വലിയ ആക്രമണം ലോകത്ത് എവിടെയും പിന്നീട് വിജയകരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത്തരമൊരു ഓപ്പറേഷൻ്റെ സങ്കീർണതയും അത് പുറത്തു കൊണ്ടുവന്ന ആഗോള ഞെട്ടലും കാരണം ലോകമെമ്പാടുമുള്ള സുരക്ഷാ ഏജൻസികളും ഭീകര സംഘടനകളും തങ്ങളുടെ വിതരണ ശൃംഖലകളിൽ കടുത്ത ജാഗ്രത പുലർത്താൻ തുടങ്ങിയതാണ് ഇതിന് പ്രധാന കാരണം. എന്നിരുന്നാലും ഈ മാതൃക പിന്തുടർന്നുള്ള ചില നീക്കങ്ങളും അതിൻ്റെ പ്രതിഫലനങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ദൃശ്യമായിട്ടുണ്ട്. ലെബനൻ സംഭവത്തിന് തൊട്ടു പിന്നാലെ സമാനമായ ഒരു വലിയ നീക്കം തുർക്കി ഇൻ്റലിജൻസ് കണ്ടെത്തി തടഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്താംബുൾ വിമാനത്താവളത്തിൽ വെച്ച് ലെബനനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച 1000ഓളം പേജറുകളും ചാർജറുകളും അടങ്ങുന്ന വലിയൊരു ഷിപ്മെൻറ്റ് തുർക്കി സുരക്ഷാ വിഭാഗം പിടിച്ചെടുക്കുകയായിരുന്നു. ഇവ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ സ്ഫോടക സ്വഭാവമുള്ള ദ്രാവകങ്ങളും മാറ്റം വരുത്തിയ ചിപ്പുകളും കണ്ടെത്തി. രണ്ടാമതൊരു വലിയ സ്ഫോടന പരമ്പരയ്ക്കുള്ള നീക്കമായിരുന്നു ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ സംഭവത്തിന് ശേഷം ആഗോളതലത്തിൽ സാങ്കേതിക ഉപകരണങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വ്യാജ ഷെൽ കമ്പനികൾ ഉണ്ടാക്കി ഉപകരണങ്ങളിൽ മാറ്റം വരുത്തുന്നത് തടയുവാൻ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഇപ്പോൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം മുതൽ വിതരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും കടുത്ത പരിശോധനകൾ നിർബന്ധമാക്കിയിരിക്കുന്നു. കൂടാതെ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി പല അന്താരാഷ്ട്ര എയർലൈനുകളും പേജറുകളും വോക്കി ടോക്കികളും വിമാനങ്ങളിൽ കൊണ്ടുപോകുന്നതിന് കർശനമായ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ആക്രമണ മാതൃക വീണ്ടും ആവർത്തിക്കുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ അതീവ ദുഷ്കരമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.